ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ ഇവിടെ വീട്ടിലൊരു വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു. സംഭവം കുറേ നാളായി വിളഞ്ഞ്. ഇന്ന് നമുക്ക് വെട്ടിയെടുക്കാം. കുറേ കായൊക്കെ വെടിച്ചു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എത്ര വലുപ്പമുണ്ട്. രസാതളി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ വാഴ രസാതളി തന്നെയാണ് കേട്ടോ. അപ്പോൾ വാഴക്കൊല വെട്ടുന്ന വീഡിയോയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ വാഴ നമ്മൾ 5-6 മൂട് നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലുതായി കിട്ടിയ വാഴകളൊക്കെ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതാണ് നമ്മുടെ വാഴക്കൊല. ഇതിൽ 4-5 കാ വെടിച്ചു പോയിട്ടുണ്ട്. ഒരു പഴം മാത്രം പഴുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നേരെ കുറേ ദിവസം കൊണ്ട് ഇത് നോക്കി നിർത്തിയിരുന്നതാണ് വിളയുന്നുണ്ടെന്ന്. പക്ഷേ ഇത് കാ വെടിച്ചത് മാത്രം നമ്മൾ കണ്ടില്ല. കുറച്ച് ഏരിയയിലാണ് നമ്മൾ നട്ടു വച്ചിരിക്കുന്നത്. എല്ലാവരും വിചാരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നമ്മളും വാഴ ഇടുന്നുണ്ടല്ലോ, എന്താ ഇത്ര പ്രത്യേകതയെന്ന്. കാരണം കുറഞ്ഞ സ്ഥലത്ത് നട്ടിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴേ ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ടാണ് ഇതേപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണിക്കുന്നത്. അപ്പോൾ വെട്ടുന്ന സമയത്ത് ഇത് തറയിൽ വന്ന് വീഴുകയാണെങ്കിൽ എല്ലാ പഴവും ചതഞ്ഞു പോവും, തല്ലിപ്പോവും. നോക്കാം, ഇതിൽ കാണുന്ന റംബൂട്ടാൻ തൈ നമുക്കൊരു അങ്കിള് തന്നതാണ്. ഒരു മുല്ലത്തൈ കൊടുത്തപ്പോൾ അതിൻ്റെ പകരമായിട്ട് തന്നതാണ് റംബൂട്ടാൻ്റെ തൈ. ഇവിടെ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി ഒരു കുഴി എടുക്കാമെന്ന അങ്കിളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് വാഴ. നമ്മൾ വെട്ടാൻ നോക്കുന്നുണ്ട്, വലിച്ചും പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് വീഴുന്നുണ്ടോ എന്ന്. നമ്മൾ വീട്ടിൽ പോയ സമയത്ത് 4-5 മൂട് വാഴയുടെ കന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു. പിന്നെ പപ്പയുടെ കൂട്ടുകാരനും കൊടുത്ത തൈയാണ് ഇവിടെയൊക്കെ വാഴക്കന്നാണ് നട്ടു വച്ചിരിക്കുന്നത്. ഇതിൽ താബൂക്കല്ല് കാണുന്ന ആ ഏരിയ തൊട്ട് അപ്പുറത്തെ അവരുടെ സ്ഥലമാണ്, അപ്പുറത്തെ വീട്ടുകാരുടെ സ്ഥലമാണ്. ഇവിടെ വാഴ വെട്ടാൻ വന്നപ്പോഴാണ് ഞാൻ വേറൊരു കാഴ്ച കണ്ടത്. ഇത് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ലായിരുന്നു. ഇതിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന വീഡിയോ ഉണ്ട്. വേറൊരു വാഴയും കുലച്ച് നിൽപ്പുണ്ട്, വിളഞ്ഞിട്ടില്ല. നല്ല ടേസ്റ്റുള്ള ഏതോ ഒരു ഇനമാണ്. എനിക്കിതിൻ്റെ വാഴയുടെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഈ വാഴയുടെ വീഡിയോ എടുത്തപ്പോഴാണ് വേറൊരു കാഴ്ചയുണ്ട്. ഈ കോഴിയെ കണ്ടോ? ഇന്നലെ രാത്രിയല്ല, ഇന്നലെ പറഞ്ഞാൽ കേൾക്കാതെ ആദ്യം അപ്പുറത്തവരുടെ വീട്ടിൽ വീണു. അവിടെ നിന്ന് ഞാൻ റെജിയമ്മയും അമ്പളും കൂടെ ഈ കോഴിയെ പിടിക്കാൻ പോയ സമയത്ത് വേറെ 4 ചുറ്റും മതിൽ കെട്ടിയ ഫ്ലോട്ടിൽ വീണു. കുറ്റിക്കാടായിരുന്നു. അവിടെ നിന്ന് എന്തോ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ട് കിട്ടിയ കോഴിയാണിത്. നനഞ്ഞ എന്താ പറയുക, തിന്നോണ്ട് കിടന്നപ്പോഴേ കോഴിക്ക് എല്ലിൻ്റെ ഇടയിൽ കയറിയതാണ്. ഇപ്പോൾ ഈ കോഴികളുള്ളത് കാരണം വാഴക്കന്നല്ല ഇവർ കൊത്തി തിന്നും. നമ്മൾ ഇന്ന് വീട്ടിൽ അടുത്തെടുത്ത കൊലയാണ് രസാതളി. ഇത്ര വലിപ്പമുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക്. നമ്മൾ നട്ടിട്ട് പൊടിച്ച് വിളവെടുക്കാൻ പറ്റിയതിൽ വിളഞ്ഞിട്ടുണ്ട് ആശ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.